അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇന്നാണ് നമ്മുടെ ഒഫീഷ്യൽ ഫസ്റ്റ് ഡേ ഇൻ ജപ്പാൻ. അപ്പം നമ്മളിപ്പോൾ താമസിക്കുന്നത് ജപ്പാനിൽ തന്നെയുള്ള ഒമോരി എന്ന് പറയുന്ന സ്ഥലത്ത് ഹോട്ടൽ മൈ സ്റ്റേ പ്രീമിയർ ഒമോരി എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ്. അപ്പോൾ രാത്രി വന്നപ്പോൾ തന്നെ ലേറ്റായി. ഇപ്പം ഏകദേശം ഇവിടുത്തെ ടൈം 10-10:30 എന്തോ ആയി. നമുക്ക് 12:30 സ്ഥലം വരെ പോകാനുണ്ട്. ബബ്ബു ഇവിടെ എണ്ണീറ്റ് ഇവിടെ റൂമൊക്കെ കണ്ട് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ റെഡിയാകാൻ പോയി, ഗൗരി റെഡിയാകും, ഞാൻ റെഡിയായിട്ട് നമ്മളാകാം. അപ്പം അങ്ങനെ നമ്മൾ രാവിലെ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ നമ്മളിനിപ്പോൾ പോകാൻ പോകുന്നത് ടീം ബോർഡർലെസ് മോരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഗായ ബബ്ബു എല്ലാം ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നലെ നമുക്ക് അന്നദാതാവായിരുന്ന നമ്മുടെ ലോസൺ. ഇതാണ് ഇതിവിടുത്തെ ഒമോരി സ്ട്രീറ്റ്. ഇത് ഇവിടുത്തെ സൈക്കിൾ വേ, തൊട്ടപ്പുറത്ത് റോഡ്, മറ്റേ കാറുകൾക്ക് പോകാൻ വേണ്ടിയുള്ള അല്ലേ, നല്ല അടിപൊളി കാറുകളൊക്കെയാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബ് ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടോക്കിയോ ടവറാണ്. അപ്പം നമ്മുടെ പോകുന്ന റൂട്ടിൽ തന്നെ ആയിരുന്നു ഇത്. അങ്ങനെ കാണാൻ പറ്റി. ഇനിയും ഇവിടെ നിന്ന് ഏകദേശം നമുക്കൊരു 2 കിലോമീറ്ററോളം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ടീം ബോർഡർലെസ്സിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ടീംസ് ലാബിൽ കയറി. ഇതാണ് ഇവിടുത്തെ ടീം. ബബ്ബു വേണ്ടടാ, ആ നല്ല ഉറക്കോ, പോട്ടെ ഉറങ്ങിക്കോട്ടെ. ബബ്ബു ബബ്ബു എന്താടാ കാണുന്നേ? ബബ്ബു പക്ഷെ നല്ല രസമല്ലേ? നമ്മൾ വന്നിരിക്കുന്ന ഫിഷിന്റെ ഒരു സ്പോട്ടിലാണ്. അപ്പം നമുക്കൊരു സ്കെച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്കെച്ച് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അത് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി വിചാരിച്ച് ബബ്ബുവിന്റെ വരയ്ക്കാണ്. കാരണം ബബ്ബുവിന്റെ ബർത്ത്ഡേ ആണല്ലോ വരുന്നത്. ഓൾറെഡി വരച്ചതാ, ജസ്റ്റ് കളർ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതിൽ എഴുതണമെങ്കിൽ അതിൽ എഴുതി വിടാം. എന്താന്ന് വെച്ചാൽ നമുക്ക് എഴുതിടാം. അത് നമ്മുടെ ഇവിടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോരുത്തർ വരച്ചതാണിത്. അപ്പം വരച്ച് പെയിന്റ് ചെയ്തതാണ്. എന്നിട്ട് അത് അവർ ഇതിലോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഫിഷിനെ ഇതിൽ കാണാം. അങ്ങനെ ഗായത്രി ബബ്ബുവിന് വേണ്ടി വരച്ച സീഹോസാണ് ഗായ്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും വരച്ച ഒരു ഫിഷിൻ്റെ ഫോട്ടോ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേ ഗായ്സ്, ദേ അതും വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞാനും ഗായത്രിയും ഗൗരിയും കൂടെ ബബ്ബുവിന് വേണ്ടി ചെറിയ രീതിയിലൊരു ഗിഫ്റ്റാണ് ഞങ്ങളിതെല്ലാം ഇവിടെ കൊടുത്തത്, സ്കെച്ച് ചെയ്ത് കൊടുത്തത്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ദിവസത്തെ കുറേ കാര്യങ്ങൾ. അപ്പം അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങളുടെ ടീംസ് ലാബൊക്കെ എൻജോയ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോകാൻ പോകുന്ന മെട്രോ സ്റ്റേഷനിലോട്ടാണ്. അങ്ങനെ നമ്മളിപ്പോ മെട്രോ പോകാനും മെട്രോ ടിക്കറ്റ് ഒക്കെ എടുത്ത് ആരോടൊക്കെ എന്തൊക്കെ ചോദിച്ച് എങ്ങനെയൊക്കെ ടിക്കറ്റ് എടുത്ത് ടോക്കിയോ എത്തുമോന്ന് എനിക്കറിയത്തില്ല. കാരണം അപ്പൊ അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇപ്പൊ എവിടെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. അപ്പൊ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക.
നമ്മളുള്ളത് ഒമോയ്ദെ യോക്കോച്ചോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രീറ്റിലാണ്. ഇതൊരു ഹിസ്റ്റോറിക് സ്ട്രീറ്റാണ്. ഇവിടെ ഇങ്ങനെ ഫുഡ് സ്ട്രീറ്റ്സ് പോലെയൊക്കെയാണ്. നമ്മളിവിടുത്തെ സ്ട്രീറ്റ് പോലത്തെ ചെറിയൊരു നാരോ സ്ട്രീറ്റിലാണ്. എല്ലാവരും ഇവിടെ എന്തൊക്കെയോ ലൈക്ക് ബാർബിക്യൂ ഫ്രൈഡ് പോലെ ചെയ്തിട്ടുള്ള ഫുഡ്സ് ഒക്കെയാണ്. ചെറിയ ചെറിയ കുറേ കടകളുണ്ട്. പിന്നെ ആൾക്കാർ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ മീറ്റ് ബോൾസും ചിക്കൻ തൈ ആൻഡ് ഓണിയൻ ഗ്രീൻ ഓണിയൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല രണ്ടും. അങ്ങനെ ടേസ്റ്റ് കാണത്തില്ല. ചിക്കൻ പിന്നെ കുഴപ്പമില്ല. ഇത് കുറച്ച് ടെൻഡർ ചിക്കൻ, അത് ഇവിടെ എല്ലായിടത്തും അങ്ങനെ ചിക്കൻ കിട്ടുന്നത്. പക്ഷെ ഈ മീറ്റ് ബോൾസ് ഒരു എനിക്ക് സോസിന്റെ പ്രശ്നമാണോ മീറ്റിന്റെ പ്രശ്നമാണോ അറിയില്ല, ഒരു കരിക്കൊരു ടേസ്റ്റ് കൂടെ ഉണ്ട്. അങ്ങനെ മെമ്മറി ലൈനിൽ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ഐസ്ക്രീം ഷോപ്പിലാണ്. ഈ ഐസ്ക്രീം ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം മാത്രമല്ല, ഇവിടെ കരോക്കയും പാടാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. ചോക്ലേറ്റ് ഐസ്ക്രീം പറഞ്ഞപ്പം വാനില ഐസ്ക്രീം ഈ ചോക്ലേറ്റ് ഉപയോഗിച്ച് തന്നു. കുറേ ഉണ്ട്, നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ടേസ്റ്റ് കൊള്ളാം. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.